ദൃശ്യം 3 കണ്ടതിനു ശേഷം സിനിമയിലെ ഒരുപാട് തെറ്റുകളും അധികം ശ്രദ്ധിക്കാതെ പോയ ഡീറ്റെയിലിങ്ങുകളെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി സിനിമ കണ്ടതിനു ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. വെൽക്കം ടു ബോക്സ് ഓഫീസ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ജോർജ് കുട്ടി നിർമ്മിക്കുന്ന ദൃശ്യം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ആണ് കാണിക്കുന്നത്. ഇത് ദൃശ്യം 2-വിൽ ജോർജ് കുട്ടി വിനയചന്ദ്രനെ കൊണ്ട് എഴുതിക്കുന്ന കഥയിലെ MLA മകനെ കൊന്ന ഒരു കുട്ടിയുടെ കഥയാണ്. തന്റെ മകൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ബിജു മേനോന്റെ അച്ഛൻ കഥാപാത്രം പോലീസിൽ കീഴടങ്ങുന്നതാണ് കാണിക്കുന്നത്. ഈ സീനിന്റെ അതേ റീക്രിയേഷനാണ് ദൃശ്യം 3യുടെ ക്ലൈമാക്സിൽ കാണിക്കുന്നത്. രണ്ടിടത്തും മക്കളെ രക്ഷിക്കാൻ വേണ്ടി പോലീസിൽ കീഴടങ്ങുന്ന അച്ഛൻ കഥാപാത്രങ്ങൾ. മാത്രമല്ല, ജോർജ് കുട്ടിയുടെ സിനിമ ഷൂട്ടിങ്ങിനായി കാണിച്ചിരിക്കുന്ന വീട് ജോർജ് കുട്ടിയുടെ യഥാർത്ഥ വീടിന്റെ അതേ സ്ട്രക്ചറും അതേ പരിസരവും തന്നെയാണ്. ദൃശ്യം 3യുടെ തുടക്കത്തിൽ തന്നെ സംവിധായകന്റെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ബിജു മേനോന്റെ കഥാപാത്രത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സീനിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ പലപ്പോഴും ചിരിക്കുന്നതായി കാണാം. ജോർജ് കുട്ടിയുടെ ഭാര്യയുടെ പേരാണ് തിയേറ്ററിന് കൊടുത്തിട്ടുള്ളത്, റാണി. എന്നാൽ തുടക്കത്തിൽ തന്നെ തിയേറ്ററിലെ പല ഭാഗത്തും ആശീർവാദ് എന്ന പേര് കാണിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ തൊടുപുഴയിലുള്ള ആശീർവാദ് തിയേറ്ററിൽ പോയി ഷൂട്ട് ചെയ്തപ്പോൾ പല ഷോട്ടുകളിലും ആശീർവാദ് എന്ന പേര് അവർ ഹൈഡ് ചെയ്യാൻ മറന്നുപോയി. വരുൺ കൊലക്കേസിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീണയുടെ കഥാപാത്രം പോലീസുകാരൻ സാബുവിന്റെ വീട്ടിൽ പോകുമ്പോൾ സാബുവിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ സാബു പറയുന്നുണ്ട്, എന്റെ കയ്യിൽ നിന്ന് കിട്ടിയാലും എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കിട്ടാനൊന്നും പോകുന്നില്ല എന്ന്. അയാൾ അങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നുമല്ല, ദൃശ്യം 2-വിൽ ആൾമാറാട്ടം നടത്തിയ അഞ്ജലിയുടെ പോലീസ് കഥാപാത്രത്തിന് ജോർജ് കുട്ടിയുടെ കുടുംബത്തെ ഒറ്റിക്കൊടുത്ത് അവരെ ട്രാപ്പ് ആക്കിയതിൽ ഇപ്പോഴും കുറ്റബോധമുണ്ട്. സിനിമയിലെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് CCTV. ദൃശ്യം 2-വില് ജോർജ് കുട്ടി തന്റെ ശത്രുക്കളുടെ നീക്കമെല്ലാം അറിഞ്ഞ് അതിനെല്ലാം പ്രതിരോധിക്കുന്നത് CCTVയുടെ സഹായത്തോടു കൂടിയാണ്. എന്നാൽ ദൃശ്യം 3യിലേക്ക് വരുമ്പോൾ ഈ CCTVകളൊന്നും ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. ഒരുപക്ഷെ CCTV ഉണ്ടായിരുന്നെങ്കിൽ രാത്രിയിൽ പറമ്പിൽ കുഴിയെടുക്കാൻ വന്നത് സഹദേവനാണെന്നും വീണയുടെ TV റിപ്പോർട്ടർമാരും സഹദേവന്റെ ജീപ്പ് ജോർജ് കുട്ടിയുടെ വീടിന് സമീപത്ത് വന്നതൊക്കെ ജോർജ് കുട്ടിക്ക് CCTVയിലൂടെ തത്സമയം കാണാമായിരുന്നു. അതുമാത്രമല്ല, ഈ CCTVക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദൃശ്യം 2-വിൽ ഫോറൻസിക് ലാബിൽ നിന്നും സ്കെൽട്ടൻ എടുത്തുകൊണ്ട് പോയപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ CCTV ഇല്ല എന്ന ബ്രില്യന്റ് ഐഡിയ തിരക്കഥയിൽ ഉൾപ്പെടുത്തിയ സംവിധായകൻ എന്തുകൊണ്ടാണ് ആ CCTVയുടെ പ്രാധാന്യം മൂന്നാം ഭാഗത്തിൽ വന്നപ്പോൾ കൊടുക്കാത്തത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ദിനേശ് പ്രഭാകരന്റെ രാജൻ എന്ന കഥാപാത്രം ജോർജ് കുട്ടിയെ ചതിക്കുന്നത് ജോർജ് കുട്ടി കാരണം രാജന്റെ ജോലി പോയത് മൂലമാണെന്ന് രാജന്റെ ഭാര്യ പറയുന്നുണ്ട്. അതെങ്ങനെ പോസിബിൾ ആകും? കാരണം ദൃശ്യം 2-വിലെ പോലീസ് സ്റ്റേഷന്റെ അടിയിൽ നിന്നും വരുണിന്റെ സ്കെൽട്ടൻ ലാബിൽ സൂക്ഷിക്കുന്നു. ജോർജ് കുട്ടി രാജനുമായി സൗഹൃദം സ്ഥാപിച്ച് ആ അസ്ഥികൾ അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുന്നു. എന്നാൽ കേസ് കോടതിയിലെത്തിയപ്പോൾ ആ സ്കെൽട്ടൻ വരുണിന്റെ അല്ല എന്നുള്ള DNA റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് ഹൈക്കോടതി പണ്ടേ തള്ളിയതാണ്. ചുരുക്കി പറഞ്ഞാൽ കോടതിയുടെ വിധിയിൽ ജോർജ് കുട്ടി അവിടെ പോയി അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. ജോർജ് കുട്ടിക്ക് വേണ്ടി തിരക്കഥ എഴുതിയ വിനയചന്ദ്രൻ കോടതിയിൽ പോയി നേരിട്ട് സാക്ഷി പറഞ്ഞാൽ പോലും അത് ജോർജ് കുട്ടി പറഞ്ഞ കഥയിലെ ഒരു ഊഹം മാത്രമായിരിക്കും. കേസ് ഒരിക്കലും നിലനിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ ജോർജ് കുട്ടി ലാബിൽ പോയിട്ടില്ല എന്നും അസ്ഥികൾ മാറ്റിയിട്ടില്ല എന്നും കോടതി വിധിച്ച കേസിൽ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോർജ് കുട്ടി കാരണം രാജന്റെ ജോലി പോയെന്ന് പറയുന്നത്? അതിന്റെ ലോജിക്ക് എത്ര ആലോചിച്ചിട്ടും കണക്ട് ആവുന്നില്ല. സിനിമയിലെ മറ്റൊരു മിസ്റ്റേക്കാണ് ജോർജ് കുട്ടിയെ കൊടുക്കാൻ വേണ്ടി സഹദേവൻ ജോർജ് കുട്ടിയുടെ പറമ്പിൽ ഒരു കുഴി ഉണ്ടാക്കുന്നു. ജോർജ് കുട്ടി ആ കുഴി കുഴിച്ചു നോക്കുന്ന വീഡിയോ സഹദേവൻ ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് ജോർജ് കുട്ടിയുടെ മരുമകനെ കൊന്ന് ആ ബോഡി അവിടെ കുഴിച്ചിട്ട് അത് ജോർജ് കുട്ടി ചെയ്തതാണെന്ന് പറഞ്ഞ് ജോർജ് കുട്ടിയെ ട്രാപ്പ് ആക്കാനായിരുന്നു സഹദേവന്റെ പ്ലാൻ. എന്നാൽ ശരിക്കും ഈ പ്ലാൻ ഒന്നും ഒരിക്കലും പോസിബിൾ ആവില്ല. കാരണം ജോർജ് കുട്ടി പറമ്പിൽ കുഴിക്കുന്ന വീഡിയോയുടെ ഡേറ്റും മരുമകൻ അവിരയെ ഷാജോൺ കൊല്ലാൻ പോകുന്ന ഡേറ്റും രണ്ടും രണ്ടാണ്. എന്നാൽ ഈ രണ്ട് വീഡിയോകളുടെ മെറ്റാ ഡാറ്റ തിരുത്തി ഒന്നാക്കാനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഇന്ന് അവൈലബിൾ ആണെങ്കിലും കോടതിയിലും ഫോറൻസിക് പരിശോധനയിലും മെറ്റാ ഡാറ്റ മാത്രമല്ല നോക്കുന്നത്. ഫോണിന്റെ സിസ്റ്റം ലോക്സ്, ക്ലൗഡ് ബാക്കപ്സ്, വീഡിയോയിൽ നടന്നിട്ടുള്ള എഡിറ്റിംഗ്, റീ എൻകോഡിംഗ്, മെറ്റാ ഡാറ്റ മാനിപ്പുലേഷൻ കണ്ടെത്താൻ ഡിജിറ്റൽ ഫോറൻസിക് എക്സ്പേർട്ടിന് ഈസി ആയിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു സാധ്യതയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഒരു പ്ലാൻ സിനിമയിൽ കാണിച്ചതെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. ഇനി സിനിമയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ രണ്ട് ചെറിയ ഡീറ്റെയിലിംഗ് ആണ്. ദൃശ്യം ഫസ്റ്റിലെ ഇർഷാദിന്റെ സുരേഷ് ബാബു എന്ന പോലീസ് ഓഫീസറെ കാണുമ്പോൾ താനിപ്പോൾ എറണാകുളം സൈബർ സെല്ലിൽ നിന്നും റിട്ടയർ ആയി എന്നും സൈബർ സെല്ലിൽ നമുക്ക് സ്ട്രോങ് പിള്ളേരുണ്ടെന്നും പറയുന്നുണ്ട്. ഇത് 2021 ഓപ്പറേഷൻ ജാവയിലെ ഇർഷാദിന്റെ എറണാകുളം സൈബർ സെൽ ഓഫീസറുടെ കഥാപാത്രത്തിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം സിനിമയിൽ കല്യാണക്കാര്യത്തെ എതിർത്തുകൊണ്ട് എസ്തറിന്റെ കഥാപാത്രം സംസാരിക്കുമ്പോൾ പിറകിലായി ഭിത്തിയിൽ ജീസസ് ക്രൈസ്റ്റിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ജീസസിനെ വിശ്വസിച്ച് കൂടെ നിന്ന ഒരാൾ ചതിക്കുന്നത്. സിനിമയിൽ ജോർജ് കുട്ടിയും കുടുംബവും ഒരുപാട് വിശ്വസിച്ച തന്റെ മരുമകൻ ചതിക്കുമെന്നുള്ളതിന്റെ ഒരു ഫോർഷാഡോയിങ് ആയിരിക്കാം അത്. മുരളി ഗോപിയുടെ IG സിദ്ദിഖിനോട് പറയുന്നുണ്ട്, ജോർജ് കുട്ടി കൃഷി ആവശ്യങ്ങൾക്കായി ഒരു വർഷത്തേക്ക് 35 ലിറ്ററോളം ആസിഡ് സമീപത്തെ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന്. ആ 35 ലിറ്റർ ആസിഡ് ഉപയോഗിച്ചായിരിക്കാം വരുണിന്റെ ഡെഡ് ബോഡി നശിപ്പിച്ചതെന്നും ഒരു ഊഹം പറയുന്നുണ്ട്. പക്ഷേ ഒരു ഡെഡ് ബോഡി നശിപ്പിക്കണമെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് പോലുള്ള ആസിഡാണ് ഉപയോഗിക്കാറുള്ളത്. 35 ലിറ്ററോളം സൾഫ്യൂരിക് ആസിഡ് നാട്ടിൻ പുറത്തെ കടയിൽ നിന്നും ജോർജ് കുട്ടി വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറയുന്നത് തന്നെ ഒട്ടും വിശ്വസനീയമല്ല.
കാരണം അത്രയും ലിറ്റർ ആസിഡ് സാധാരണ കൊടുക്കുന്നത് വ്യാവസായിക വാണിജ്യ ആവശ്യങ്ങൾക്കോ ഗവൺമെന്റ് അംഗീകൃത ഉപയോഗങ്ങൾക്കോ മാത്രമാണ്. അത് ഏത് വണ്ടിയിൽ കൊണ്ടുപോകുന്നു, അതിന്റെ ഗതാഗതവും സംഭരണവും എല്ലാം നിയമങ്ങൾക്ക് വിധേയമാണ്. ഈ പറഞ്ഞ സംഭവം തന്നെ ഒരു ലോജിക് ഇല്ലാത്ത കാര്യമാണ്. എന്നാൽ ഐജിയെ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ആയുള്ള ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചു എന്ന് പറയുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സിനിമ കണ്ടപ്പോഴുണ്ടായ മറ്റൊരു സംശയമാണ്, കല്യാണം മുടക്കാൻ വന്ന സഹദേവന്റെ വണ്ടിയും രാജന്റെ ഫോട്ടോയും അവരെ എടുത്ത് അച്ഛന് കൊടുത്ത് അത് പിന്നെ ജോർജ് കുട്ടിയെ കാണിക്കുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ സിദ്ദിഖിന്റെ ഗെയിം പ്ലാനാണ്. ആ പ്ലാനിൽ സഹദേവനും അവരെയും ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് സഹദേവനിലേക്കുള്ള ഒരു വലിയ ക്ലൂ അവരെ ഫോട്ടോ എടുത്ത് ജോർജ് കുട്ടിയെ കാണിച്ചത്? സിദ്ദിഖിന്റെ പ്ലാൻ അനുസരിച്ച് ജോർജ് കുട്ടിയുടെ മകളെ അവരെ കൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിച്ചാലേ അയാളുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. തന്റെ മകൾക്ക് വന്ന ഈ ഒരു നല്ല ആലോചന ഇനിയും ആളുകൾ വന്ന് മുടക്കിയാലോ എന്നുള്ള ഭയം ജോർജ് കുട്ടിയിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിപ്പിക്കാൻ വേണ്ടിയാണ് കല്യാണം മുടക്കാൻ ജീപ്പിൽ രണ്ടുപേര് വന്നുവെന്ന് അവിടെ കാണിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ ജോർജ് കുട്ടി എത്രയും പെട്ടെന്ന് കല്യാണം നടത്തും. ഇതായിരുന്നു ആ ഒരു സീനിലെ ബ്രില്യൻസ്. എന്നാൽ അതേസമയം അവിടുത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, കല്യാണം വേഗം നടത്തിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും കുറച്ച് കല്യാണ മുടക്കികൾ വന്നുവെന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. എന്നാൽ അവിടെ സ്പെസിഫിക് ആയിട്ട് രാജനും സഹദേവനും വന്നുവെന്ന് കാണിക്കാനുള്ള തെളിവ് കൊടുത്തതാണ് പ്രശ്നമായി പോയത്. കാരണം ആ തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ സഹദേവനാണെന്ന് മനസ്സിലാക്കുന്ന ജോർജ് കുട്ടി എന്തായാലും ഒരു കൗണ്ടർ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് അവരുടെ പ്ലാൻ പൊളിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിദ്ദിഖ് തന്നെ സിദ്ദിഖിന്റെ പ്ലാൻ പൊളിക്കുകയാണ് അവിടെ ചെയ്തത്. സിനിമ കണ്ട പലർക്കും തോന്നിയ ഒരു തെറ്റായ ഡൗട്ടായിരുന്നു, അവരെ കൊണ്ട് അഞ്ജുവിനെ കല്യാണം കഴിപ്പിക്കുക എന്നത് സിദ്ദിഖിന്റെ പ്ലാനായിരുന്നു. എന്നാൽ ഇതേ സിദ്ദിഖ് തന്നെയാണ് ആ കല്യാണം മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ശരിക്കും ഒരു മിസ്റ്റേക്ക് അല്ലേ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ചെറിയ ബ്രില്യൻസ് ഉണ്ട്. അഞ്ജുവിന് മാനസിക രോഗമുണ്ടെന്നും അഞ്ജു വയലന്റായി തന്റെ ശരീരത്തിൽ തൊടുന്നവരെ കൊല്ലുമെന്നും അങ്ങനെ തന്റെ ശരീരത്തിൽ തൊട്ട ഭർത്താവിനെ അഞ്ജു വയലന്റായി കൊന്ന് ആ ശരീരം ജോർജ് കുട്ടി പറമ്പിൽ കുഴിച്ചിട്ടുവെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ അഞ്ജുവിനെയും ജോർജ് കുട്ടിയെയും ഈ കേസിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതിനാദ്യം ഈ കല്യാണം മുടക്കണം. കാരണം കല്യാണം മുടക്കിയാൽ മാത്രമേ അഞ്ജുവിന് മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞ് കേസ് കോടതിയിൽ എത്തുകയുള്ളൂ. അങ്ങനെയായാൽ ഒരിക്കൽ ഹൈക്കോടതി റദ്ദാക്കിയ ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയാണ് സിദ്ദിഖിന്റെ കഥാപാത്രം കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കുകയും അതേസമയം കല്യാണം മുടക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത്. എന്നാൽ അതുവരെ പ്ലാനുകളെല്ലാം വളരെ കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം പാളിപ്പോയി. അതായത് മുരളി ഗോപിയുടെ പോലീസ് കഥാപാത്രത്തിനോട് സിദ്ദിഖ് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ജോർജ് കുട്ടിയെ അറസ്റ്റ് ചെയ്യണമെന്ന്. എന്നാൽ എന്തിനാണ് അയാൾ അങ്ങനെ പറഞ്ഞത്? കാരണം ജോർജ് കുട്ടിയെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് അവരുടെ പ്ലാൻ അനുസരിച്ച് ജോർജ് കുട്ടിയെ റിസോർട്ടിലേക്ക് രാത്രിയിൽ കൊണ്ടുവരാനും ആ കേസ് ജോർജ് കുട്ടിയുടെ തലയിൽ കെട്ടിവെക്കാനും പറ്റുന്നത്? അറസ്റ്റ് ചെയ്യപ്പെട്ട ജോർജ് കുട്ടിക്ക് ഒരിക്കലും രാത്രിയിൽ റിസോർട്ടിലേക്ക് വരാൻ കഴിയില്ലല്ലോ. ഇത് തിരക്കഥയിലെ ഒരു മിസ്സിംഗ് ലീഡായിട്ട് എനിക്ക് തോന്നി. സിനിമയുടെ ക്ലൈമാക്സിൽ ജോർജ് കുട്ടി പോലീസിന് കീഴടങ്ങി 5 വർഷത്തിൽ താഴെയുള്ള ശിക്ഷയ്ക്കായി ജയിലിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. പലർക്കും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടാണ്, അയാളുടെ പക്കൽ തെളിവുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് ജോർജ് കുട്ടി പോലീസിൽ കീഴടങ്ങിയത് എന്ന്. അതിന്റെ കാരണം ജോർജ് കുട്ടി തന്നെ വക്കീലിനോട് ക്ലൈമാക്സിൽ പറയുന്നുണ്ട്. അതായത് ജോർജ് കുട്ടിക്ക് തന്നെ പേടിയാണെന്ന്. കാരണം ജോർജ് കുട്ടി തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. എതിരാളികൾ ഇപ്പോൾ ജോർജ് കുട്ടിയുടെ മകളുടെ ജീവന് നേരെ കളിച്ചു തുടങ്ങി. ഒരുപക്ഷെ ഇനിയും എതിരാളികൾ തന്റെ കുടുംബത്തിന് നേരെ വന്നു കഴിഞ്ഞാൽ ജോർജ് കുട്ടിക്ക് മേലും കീഴും നോക്കാതെ അവരെ എല്ലാം കൊല്ലേണ്ടി വരും. അതുകൊണ്ടാണ് ജോർജ് കുട്ടി ആദ്യമായിട്ട് കത്തിയെടുത്ത് സഹദേവനെ ആക്രമിക്കുകയും സിദ്ദിഖിന്റെ കഥാപാത്രത്തിനോട് എന്റെ കുടുംബത്തിന്റെ പിറകെ വന്നാൽ നിങ്ങളെ ഞാൻ കൊന്നുകളയുമെന്ന് വരെ പറഞ്ഞത്. അതുകൊണ്ട് ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ തന്റെ പിടിവിട്ട് താൻ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യേണ്ടി വരുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് സഹദേവന്റെ കുറ്റസമ്മതത്തിന്റെ വീഡിയോയുടെ കോപ്പി പോലീസിന് കൈമാറി 5 കൊല്ലത്തിൽ താഴെയുള്ള ഒരു ശിക്ഷ എന്ന എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ജോർജ് കുട്ടി പോലീസിന് കീഴടങ്ങി ജയിലിലേക്ക് പോകുന്നത്. ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കണം, ഇതായിരിക്കണം ഈ കഥയുടെ അവസാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ തീരുന്നത്. ദൃശ്യം 3യുടെ തുടക്കത്തിൽ ജോർജ് കുട്ടിയുടെ ബിജു മേനോന്റെ സിനിമ കാണിക്കുന്നുണ്ട്. വെറും ഒരു സിനിമ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ആ സിനിമ കൊണ്ട് അടുത്ത ഭാഗത്തേക്ക് എന്തെങ്കിലും ലീഡ് കൊടുക്കാനുണ്ടോ? കാത്തിരുന്ന് കാണാം. ഇനി ദൃശ്യത്തിന്റെ 4ാം ഭാഗം ഇറക്കാനാണെങ്കിൽ ഇപ്പോഴുള്ള തിരക്കഥയുടെ ലൂപ്പ് ഹോളുകളെല്ലാം അടച്ചുകൊണ്ടുള്ള തിരക്കഥയായിരിക്കണം വരേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.